ഈശോ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനോടൊപ്പം ആയിരിക്കുവാൻ അയച്ച സ്വപുത്രനായ ഈശോ ഇന്ന് അതേ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശുമരണത്തിന് വിധിക്കപ്പെടുകയാണ്. പുൽക്കൂട്ടിലെ ജനനത്തിലൂടെ മനുഷ്യകുലത്തിന് സദ്വാർത്തയുമായി വന്ന ഈശോ, തൻ്റെ പ്രബോധനങ്ങളിലൂടെ ദൈവരാജ്യത്തിലേക്കുള്ള വഴി പറഞ്ഞു തന്ന ഈശോ, തൻ്റെ അടുത്ത് വിശ്വാസത്തോടെ വന്ന രോഗികൾക്ക് രോഗശാന്തി നൽകിയ ഈശോ ഇന്ന് ആരോരും കൂടെയില്ലാതെ സ്വന്തം ശിഷ്യന്മാരാൽ പോലും തള്ളിപ്പറയപ്പെട്ട് കുരിശുമരണം എന്ന ശിക്ഷാവിധി ഏറ്റുവാങ്ങുകയാണ്. ഒന്നാം സ്ഥലത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. കുറ്റക്കാരനല്ലാതിരുന്നിട്ടും തൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ മൗനമായി ഏറ്റുവാങ്ങുന്ന ഈശോയും, കുറ്റമില്ല എന്നറിഞ്ഞിട്ടും ജനങ്ങളുടെ വികാരത്തിന് വഴങ്ങി ശിക്ഷാവിധി നടപ്പാക്കുന്ന പീലാത്തോസും. ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടുത്തെ മൗനം വലിയൊരു സവിശേഷതയായി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഈശോയുടെ അതുവരെയുള്ള ജീവിതം നോക്കുമ്പോൾ ഒരിക്കലും മൗനമായി ഇരുന്നതായി കാണുന്നില്ല. തൻ്റെ പരിസ്ഥിതി ജീവിതകാലം മുഴുവൻ സുവിശേഷം പ്രഘോഷിച്ച ഈശോ ഇന്ന് നിശബ്ദനാണ്. ഈശോ എന്തുകൊണ്ട് നിശബ്ദനായിരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കാണാൻ സാധിക്കുന്നത് ഗെത്സമനിയിലെ പ്രാർത്ഥനയിലാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. പിതാവായ ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മനുഷ്യരക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പാക്കുന്ന പുത്രനെയാണ് ഈശോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫരിസേയരും ജനപ്രമാണികളും ആരോപിക്കുന്ന കുറ്റങ്ങളും ശിഷ്യന്മാരുടെ ഒറ്റപ്പെടുത്തലും പട്ടാളക്കാരുടെ അപഹാസങ്ങളും ഈശോയുടെ മനസ്സിനെ തളർത്തുന്നുണ്ടെങ്കിലും പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അതൊന്നും അവിടുത്തെ ബാധിക്കുന്നില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും അകാരണമായി കുറ്റം ആരോപിക്കപ്പെടുമ്പോഴും കളിയാക്കലുകൾ നേരിടേണ്ടി വരുമ്പോഴും ദൈവരാജ്യം എന്ന ആത്യന്തിക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മോട് മൗനമായിരിക്കുവാൻ ഈശോ ആഹ്വാനം ചെയ്യുകയാണ്. നാം വണങ്ങുന്ന വിശുദ്ധരും രക്തസാക്ഷികളും ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി മാതൃകയായവരാണ്. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ സ്കൂൾ ജീവിതകാലത്തിലെ ഒരു സംഭവം ഇങ്ങനെയാണ് വിവരിക്കപ്പെടുന്നത്. ഒരു ദിവസം അധ്യാപകൻ ഇല്ലാതിരുന്ന സമയത്ത് ആ ക്ലാസ്സിലെ 2 കുട്ടികൾ അവിടെയുണ്ടായിരുന്ന റൂം ഹീറ്റർ നശിപ്പിക്കുന്നു. അതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടും എന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ ആ കുറ്റം ഡൊമിനിക്കിൻ്റെ മേൽ ആരോപിക്കുന്നു. ഇതിൻ്റെ പേരിൽ ഡൊമിനിക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുറ്റാരോപിതനാവുകയും അപഹസിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയൊരു കുറ്റം ഡൊമിനിക് ചെയ്യില്ല എന്നറിയാവുന്ന ഹെഡ് മാസ്റ്റർ അവനോട് എന്തുകൊണ്ട് തൻ്റെ നിരപരാധിത്വം ഏറ്റുപറഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഡൊമിനിക്കിൻ്റെ മറുപടി ഇങ്ങനെയാണ്: എൻ്റെ സഹപാഠികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതിലും നല്ലത് ആ കുറ്റം ഞാൻ ഏൽക്കുന്നതാണ്. എൻ്റെ ഈശോ അന്യായമായി കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ നിശബ്ദനായിരുന്നത് പോലെ ഞാനും നിശബ്ദനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഒന്ന് മൗനമായിരുന്നെങ്കിൽ, ഒന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ പരിഹരിക്കപ്പെടുമായിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. രണ്ടാമതായി ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട വ്യക്തി പീലാത്തോസ് ആണ്. പീലാത്തോസ് എന്ന ന്യായാധിപന്റെ ഒരു വശത്ത് ഈശോയുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുകയും അവിടുത്തെ കുരിശിൽ തറയ്ക്കുന്നതിനായി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന പുരോഹിതരും നിയമജ്ഞരും, മറുവശത്ത് ഒന്നും മിണ്ടാതെ എല്ലാം മൗനമായി ഏറ്റുവാങ്ങുന്ന ഈശോ, നിരപരാധിയാണ് എന്നറിഞ്ഞിട്ടും ജനത്തിൻ്റെ നിഷ്കരുണമായ മുറവിളിക്ക് വഴങ്ങുന്ന ന്യായാധിപൻ, നന്മയും തിന്മയും എന്തെന്നറിഞ്ഞിട്ടും നൈമിഷികമായ സുഖത്തിനു വേണ്ടി തിന്മയുടെ പാത തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ്റെ പ്രതീകമായാണ് പീലാത്തോസ്. തിന്മയുടെ പാതയിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ഏക വഴിയായി ഈശോ പഠിപ്പിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ൽ ഈശോ പറയുന്നു: പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്ര ഇവിടെ തുടങ്ങുമ്പോൾ നിശബ്ദനായി നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയുടെ മാതൃക നമുക്കും അനുകരിക്കാം. നിരന്തരമായ പ്രാർത്ഥനയുടെയും സേവനത്തിൻ്റെയും മാതൃക കാട്ടിത്തന്ന മദർ തെരേസയുടെ വാക്കുകൾ അതിന് പ്രചോദനമാവട്ടെ. I always begin my prayer in silence, for it is in the silence of the heart that God speaks. God is the friend of silence. We need to listen to God because it's not what we say, but what He says to us and through us that matters. Amen. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ്